ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രിറ്റി ഹോം. ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ചിക്കൻ റോസ്റ്റ് ആണ്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കിലോ ചിക്കനാണ്. അത് വലിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. 15 മിനിറ്റ് നേരം വിനീഗറും ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് വെച്ചതിന് ശേഷം നന്നായി വാഷ് ചെയ്തെടുത്ത ചിക്കനാണിത്. പിന്നെ വേണ്ടത് 4 സവാള, അത് കട്ട് ചെയ്ത് വെച്ചതാണ്, 1 തക്കാളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം, 4 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ്, അത് ചോപ്പ് ചെയ്ത് വെച്ചതാണ്, 7 വറ്റൽ മുളക് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്, അത് കുതിർത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. ആദ്യം നമ്മളൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 5 ഗ്രാമ്പു, 1 പീസ് പട്ട, 5 ഏലക്ക, ഇതൊന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് ഈ മസാല ഇതിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ കുതിർത്ത് വെച്ച മുളക് ഒന്ന് അരച്ചെടുക്കാം. ഈ വറ്റൽ മുളകിന് പകരം നിങ്ങൾക്ക് കാശ്മീരി മുളകാണ് കിട്ടുന്നതെങ്കിൽ അതൊരു 15 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഇതിലേക്ക് ചേർക്കാം. മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്, അത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി ഒരു നുള്ളു ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഉലുവാപ്പൊടി ചേർക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക സ്മെല്ലാണ്. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. ഇനി നമുക്ക് സവാള ആഡ് ചെയ്യാം. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കണം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ആഡ് ചെയ്യും. നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇത് പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കും. നമ്മുടെ സവാള ഏതാണ്ട് വഴന്നു തുടങ്ങി. നമ്മൾ ആ ഉലുവയിട്ട് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. ആ ഉലുവയുടെയും പച്ചമുളക്, ഇഞ്ചി എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു സ്മെല്ലാണിത്. നമ്മുടെ സവാള വഴന്നു. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം നമ്മൾ അരച്ചു വെച്ച ഈ പേസ്റ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് മിക്സി ഒന്ന് കഴുകി വയ്ക്കാം. ഇതിന്റെ പച്ചമണം പോകുന്നത് വരെ കഴുകി കൊടുക്കാം. ഇതിന്റെ പച്ചമണം എല്ലാം പോയി. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ചിക്കനിലേക്ക് മസാലയൊക്കെ ഒന്ന് തേച്ച് ശരിക്ക് പിടിക്കാം.
മസാല എല്ലാം നമ്മൾ ഇതിൽ തേച്ച് പിടിപ്പിച്ചു. അപ്പോൾ ഇനി ഇത് ഇപ്പോൾ നമ്മൾ മൂടി വെക്കാൻ പാടില്ല. ഒരു 5 മിനിറ്റ് നമുക്കിതിങ്ങനെ വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. കാരണം ചിക്കൻ റോസ്റ്റ് ആകുമ്പോൾ കുറച്ച് എണ്ണയൊക്കെ ഇരിക്കുമ്പോൾ നന്നായി. നമുക്കിത് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. അടി പിടിക്കാൻ നോക്കണം. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് വേപ്പില ഉണ്ടെങ്കിൽ കുറേ വേപ്പില ഇട്ട് കൊടുക്കാം. കാരണം ഞാൻ വേപ്പില ഇടാത്തത് ഇവിടെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് 2 ദിവസമായിട്ട് കടയിൽ പോയിട്ട് വെജിറ്റബിൾസും ഒന്നും കിട്ടിയില്ല. അപ്പോൾ വേപ്പിലയൊന്നും കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇടാത്തത്. അപ്പം നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ വേപ്പില കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കും. അപ്പം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇഷ്ടമില്ലെങ്കിൽ 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇനി വിനീഗർ ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് നാരങ്ങനീര് ചേർത്ത് കൊടുത്താൽ മതി. ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മൂടി ഒന്ന് നന്നായിട്ട് ഇളക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഉണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. അപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് വരുന്നത്. എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി. അപ്പം നമുക്കിത് ഓഫാക്കാം. നമ്മൾ ഈ റെഡ് ചില്ലി ഉപയോഗിച്ചതിന് പകരം കാശ്മീരി ചില്ലി ആണെങ്കിൽ നല്ല റെഡ് കളറും കൂടി കിട്ടും. അപ്പം നമുക്ക് സ്റ്റവ് ഓഫാക്കാം. വേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് വേപ്പില ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. അപ്പം നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പ്രത്യേകം ഒരു കാര്യം പറയുന്നത്, നിങ്ങൾ ഉലുവ ഇടുമ്പോൾ കൂടി പോകരുത്. കൂടിയാൽ കയ്പ്പ് രസം വരും. അതുകൊണ്ട് ഒരു നുള്ളു മാത്രം ഇട്ട് കൊടുക്കുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.